ഉഭയസമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധത്തിന് ബലാത്സംഗ ആരോപണം അംഗീകരിക്കാനാവില്ല. കോടതികളോട് ജാഗ്രത പാലിക്കണമെന്ന് ജസ്റ്റിസ് ബിജു കുര്യൻ തോമസ്. തീർച്ചയായിട്ടും അത് അംഗീകരിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം, അതായത് ഇപ്പോൾ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നീ കേസുകളൊക്കെയാണ് അധികം വരുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, വിവാഹം ബന്ധം എന്നുള്ളത് ലൈംഗികതയ്ക്കുള്ള ലൈസൻസ് അല്ല. ഒന്നാമത് മനസ്സിലാക്കുക. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വിവാഹശേഷം ആയാലും വിവാഹത്തിന് മുമ്പായാലും അത് അനുവദനീയം തന്നെയാണ് ഉഭയസമ്മതപ്രകാരം. വിവാഹശേഷം നമുക്ക് ഭാര്യയുടെ സമ്മതം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് റേപ്പ് തന്നെയാവും. അപ്പോൾ അതിനവിടെ ഒരു പ്രസക്തി ഇല്ല. അപ്പോൾ അത് കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ലെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വല്ല കുറ്റകരമല്ല, പരസ്പര സമ്മതത്തോടെ. അതിനുവെച്ച് കല്യാണത്തിന് മുമ്പ് വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, എന്നെ കുറച്ച് പേര് ഞങ്ങൾ തമ്മിൽ എന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, എന്നെ ഉണ്ടായിരുന്നു, എന്നിട്ട് കുറച്ച് വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ അന്നേരം ഒന്നും മിണ്ടില്ല, അന്നേരം ഒഴിവാക്കുവാന്ന് കഴിഞ്ഞപ്പോൾ അന്നേരം ഒന്നും കേസ് കൊടുക്കും. കുറേ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞിട്ടാണ് പിന്നീട് പീഡിപ്പിച്ചു ഇത് ചെയ്തു. അതാ തന്നെ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ അറിയാം. ഒരു മനുഷ്യൻ, ഒരു പുരുഷനെ, ആ സ്ത്രീ ആയാലും അയാൾക്ക് എന്തിനാണ് തൻ്റെ മേളിലേക്ക് തന്നെ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്ന ബോധം അത് പെണ്ണിനുണ്ടാവണം ആണിനുണ്ടാവണം. അതില്ല. കാരണം അത് ചിന്തിക്കാനുള്ള പോലെ ചുറ്റുമുള്ള വാർത്തകളൊന്നും കാണിക്കില്ല. എല്ലാം പ്രേമം എന്ന് പറഞ്ഞ ഒരു ലഹരി പോലെ. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാം അങ്ങ് മറന്നങ്ങ് നടക്കും. ചുറ്റുമുള്ള കാര്യങ്ങളൊന്നും നോക്കില്ല, ചിന്തിക്കാനുള്ള ബോധം ഉണ്ടാവില്ല. അതിനുശേഷം ഈ ലൈംഗിക ബന്ധം ഏർപ്പെടുക, കല്യാണം കഴിക്കുന്ന പ്രതീക്ഷയിലും വിശ്വാസത്തിലും, എന്നിട്ട് അവസാനം കിടന്ന് കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല.